എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണേ. എൻ്റെ ബർത്ത്ഡേൻ്റെ നെക്സ്റ്റ് ഡേ നമ്മളെല്ലാവരും കൂടെ ഒരു കൂർഗ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ഇവരെ നിങ്ങൾ മുന്നത്തെ വീഡിയോസിലും കണ്ടിട്ട് നല്ല പരിചയം ഉണ്ടാവും. സോ രാവിലെ തന്നെ നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. കണ്ണൂർ ടു കൂർഗ് പോകുന്ന വഴി ഭയങ്കര മോശമാണ് റോഡുകളൊക്കെ. ഫസ്റ്റത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ കൂർഗിലെ അബി വാട്ടർഫോൾസ് ആയിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഇതാ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് നമ്മളിതാ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ടിക്കറ്റ് എല്ലാം എടുത്തിട്ട് നമ്മളിതാ വാട്ടർഫോൾസ് കാണാൻ പോവാണ്. നമ്മൾ 7-ാം തീയതിയാണ് ടൂറ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ കൂർഗിലോട്ട്. ഇതാണ് നമ്മുടെ വാട്ടർഫോൾസ് കാണാൻ പോകുന്ന ഒരു വഴി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, കാരണം സ്കൂൾ കോളേജ് പിള്ളേഴ്സൊക്കെ ടൂറും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ നല്ല റഷ് ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു കുഞ്ഞു അതിരപ്പള്ളി പോകുന്ന ആ ഒരു വേ അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മുടെ അതിരപ്പള്ളിയുടെ അത്രയൊന്നും വരില്ല കേട്ടോ ഇത്. വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് ശങ്കുമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവൾക്ക് അല്ലെങ്കിലും പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂപ്പര് ഭയങ്കര ഹാപ്പിയാണ്. ശങ്കുവിന് എന്തോ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നല്ല മൂടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും കൈ പിടിച്ചിട്ട് ശങ്കു അങ്ങനെ നടക്കുകയായിരുന്നു. സോ ഞാനും നിമ്മിയും കൂടിയിട്ട് ഞങ്ങൾ നല്ല ഫ്രീ ആയിട്ട് കഥയും പറഞ്ഞിട്ട് അങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ വാട്ടർഫോൾസ് എല്ലാം കണ്ട് നമ്മൾ തിരിച്ചു വന്നു. ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നതാണേ. അപ്പോൾ ശങ്കുവിൻ്റെ ഫേവറേറ്റ് പാട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആവേശത്തിലെ പാട്ടില്ലേ, ഇലുമിനാട്ടി. ശങ്കുവിന് ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ അത് കേട്ടിട്ട് ഡാൻസ് കളിക്കുമായിരുന്നു. അങ്ങനെ ദാഹം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഇളനീര് വാങ്ങിയിട്ട് ഞാനും ശങ്കുവും കൂടെ ഞങ്ങൾ കപ്പിൾ ഗോൾസ് ആയിട്ടിരുന്ന് കുടിക്കുകയായിരുന്നു. സംഭവം ശങ്കുവിന് കുറച്ചതിലൊരു ഇഷ്ടക്കേട് ഉണ്ടെങ്കിൽ കൂടിയിട്ട് പിന്നെ അമ്മയല്ലേ എന്ന് വെച്ചിട്ട് അവൾ അഡ്ജസ്റ്റ് ചെയ്തു. എനിക്കെന്തോ ഈ ഫ്രെയിം ഭയങ്കര ഇഷ്ടമായി. ഇത് ഞങ്ങളൊരു ഫോട്ടോയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇളനീരെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഉച്ചയായിട്ടുണ്ടായിരുന്നു. സോ എല്ലാവർക്കും നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ നേരെ നമുക്ക് മീൽസ് കിട്ടുന്ന കട അന്വേഷിച്ചിട്ടാണ് പോയത്. അങ്ങനെ നമ്മൾ എത്തിയത് സമുദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോട്ടലിലോട്ടാണ് എത്തിയത്. സംഭവം എനിക്ക് തോന്നുന്നത് ഇതൊരു കല്യാണ മണ്ഡപം അവർ ഹോട്ടലാക്കി മാറ്റിയതാണ് എന്നാണ് എൻ്റെ ഒരു ബലമായ സംശയം. അതിൻ്റെ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്ത് വന്നു. ഇവർ 3 പേരും മീൽസാണ് പറഞ്ഞത്, ഫിഷ് മീൽസ്. ഞാൻ പൊറോട്ടയും ചിക്കൻ കറിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഫസ്റ്റ് ഇവരെല്ലാവരും കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ശങ്കുവിന് ഫുഡ് കൊടുക്കുമായിരുന്നു, കാരണം ഉച്ചയായതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവൾക്ക് ആദ്യം ഫുഡ് കൊടുത്തു. അത് കഴിഞ്ഞ് അവരുടെ ഫുഡ് എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാനിരുന്ന് കഴിച്ചത്. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ചുമ്മാ ഒരു കൊതിക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു ഐസ്ക്രീമും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ച് ഞങ്ങൾ പിന്നെയും ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. അവിടെ അടുത്തുള്ള ഫോർട്ടിൽ പോകാമെന്ന് വിചാരിച്ചത്. പക്ഷെ എന്തോ ആർക്കും അത്ര വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല, കാരണം എല്ലാവരും അത്യാവശ്യം ടയേർഡായിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ഹോട്ടലിലോട്ട് തന്നെ വിട്ടു. ഹോട്ടൽ മയൂര വാലി വ്യൂവിലാണ് ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ നമ്മൾ ഹോട്ടലിലോട്ടെത്തി. ആൻഡ് അവിടെ എത്തിയ സമയത്ത് നമുക്ക് നല്ലൊരു റിലാക്സ് ഫീൽ ആയിരുന്നു കേട്ടോ. കാരണം
നമ്മൾ വരുന്ന വഴിയെല്ലാം നല്ല മോശമായിരുന്നു. സോ യാത്ര ചെയ്തിട്ട് നമ്മൾ അത്രയും ടയേർഡായിട്ടുണ്ടായിരുന്നു. നിമ്മയുടെ ഇടയ്ക്കുള്ള ഒരു കോമഡി. ചിലപ്പോൾ ഞാൻ അങ്ങനെയൊക്കെയാണ്, ചില സമയത്ത് ഞാൻ അങ്ങനെയൊന്നല്ലേ. ഉണ്ടാക്കി കൊടുക്കണം മിസ്റ്റർ. ആൻഡ് ഇത് നല്ലൊരു വ്യൂ ആയിരുന്നു. നമ്മൾ ഹോട്ടലിൽ നിന്ന് പുറത്തോട്ട് നോക്കുന്ന സമയത്ത്, നമ്മുടെ വിൻഡോൻ്റെ ഉള്ളിൽ കൂടെ നോക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന നല്ലൊരു അടിപൊളി റിലാക്സിങ് വ്യൂ ആയിരുന്നു കേട്ടോ. തൊട്ടോക്ക് ശങ്കു, കടിക്കുവേ കടിക്കുവേ, വെച്ചോക്ക്, കൈ വെച്ചോക്ക്. കടിക്കണ്ടോ? കടിക്കണ്ട ശങ്കു? ഓ അങ്ങനെ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. ആൻഡ് ഇതായിരുന്നു നമ്മുടെ ഒരു ബെഡ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് നമ്മുടെ ആ ഒരു കിറ്റ് നമ്മൾ ബുക്ക് ചെയ്ത ഒരു റേറ്റിന് വെച്ചിട്ട് നല്ല അടിപൊളി ഫെസിലിറ്റി ആയിരുന്നു. ആർക്കാണെങ്കിലും ഞാനിത് റെക്കമെൻഡ് ചെയ്യും. കാരണം അടിപൊളി ഫെസിലിറ്റിയും അടിപൊളി റൂമും ആയിരുന്നു കേട്ടോ. അഫോർഡബിൾ പ്രൈസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ആരെങ്കിലും കൂർഗിൽ പോവുകയാണെങ്കിൽ ഡു ചെക്ക് ഔട്ട് ദിസ് ഹോട്ടൽ. ആൻഡ് ഇതായിരുന്നു ഈ ഒരു ആംബിയൻസ്. ആൻഡ് എവിടെ പോയാലും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ശംഖുമ്മ ആക്റ്റീവാണ്. എന്താണെന്നറിയില്ല, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ശംഖുവിന് ഒരു പ്രത്യേക എനർജിയാണ്. വീട്ടിലിരിക്കുമ്പോൾ അത്രയും എനർജി ഉണ്ടാവില്ല. അങ്ങനെ കളിച്ച് ഇവർ രണ്ടുപേരും ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. എനിക്കെന്തോ കിടന്നിട്ട് അങ്ങനെ ഉറക്കം വന്നിട്ടുണ്ടായില്ല. സോ ഞാൻ ഇവരെ രണ്ടുപേരെയും നോക്കിയിട്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. പിന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം എഡിറ്റ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് കുറച്ച് നേരം ഇരുന്നു. ആൻഡ് എനിക്ക് ഈ ഒരു ഫ്രെയിം ഭയങ്കര ഇഷ്ടമായിട്ടോ, ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നത്. ആൻഡ് വൈകുന്നേരം ഒരു 6-6:30 സമയത്ത് ഞാൻ ജനൽ തുറന്നപ്പോൾ കണ്ടൊരു വ്യൂ ആയിരുന്നേ. നല്ല രസമുണ്ടായിരുന്നു. ചെറിയൊരു മഞ്ഞൊക്കെ ആയിട്ട്, വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് അവരെല്ലാം ഉറക്കണീറ്റ് ഞങ്ങളതൊന്ന് പുറത്തു വിട്ട് വരാം. അമ്മേനെ കൂട്ടോ, സ്ലൈഡിൽ കൂട്ടോ. ശംഖു, നമ്മുടെ റൂമില് ആരുടെയൊക്കെ ഫോട്ടോ ഉള്ളേ? അച്ഛയുണ്ട്. പിന്നെ ആരാളുള്ള? അച്ഛയുണ്ട്. ഗു ഇല്ലല്ലോ. അച്ഛയുണ്ട്. പിന്നെ ആരാളുള്ള? അച്ഛ, അമ്മ. ഗു ഇല്ല. ഗുവിന്റെ ഫോട്ടോ ഇല്ല. ഹലോ, നിങ്ങൾ എങ്ങോട്ടാ ഓടുന്നേ ഞങ്ങളെ കൂട്ടാണ്ടേ? ഹലോ, നിമ്മീനെ കാണുന്നില്ല. ആ കാറ്. എനിക്ക് എന്നെ പേടിപ്പിക്കാൻ മാത്രമേ പേടിയില്ലാണ്ടല്ലോ, ബാക്കിയെല്ലാം എനിക്ക് പേടി. ശംഖു ഉറങ്ങി നീറ്റത് അത്ര നല്ല മൂഡിലായിരുന്നില്ല. സോ ആ ഇറങ്ങാൻ നേരത്തെ മൂപ്പർക്ക് കുറച്ചൊരു വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് വൺസ് പുറത്തിറങ്ങിയ സമയത്ത് ആൾ ഓക്കെ ആയിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കപ്പിൾ സ്പോട്ടഡ്. നമ്മളിപ്പോൾ കഴിച്ചത് പൈനാപ്പിളും പച്ചമാങ്ങയും കൂടിയിട്ട് എന്തോ മിക്സ് ചെയ്തിട്ടുള്ള എന്തോ ഒരു സംഭവമായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
അവിടെ ഒരു അടുത്തൊരു ഗാർഡൻ ഉണ്ടായിരുന്നു. ചുമ്മാ അതുവരെ ഒന്ന് പോയതാണ്. പക്ഷെ അപ്പത്തേനും അത് ക്ലോസ് ചെയ്യാറായിട്ടുണ്ടായിരുന്നു. സോ നാളെ രാവിലെ പോവാം എന്ന് വെച്ചിട്ട് നമ്മൾ തിരിച്ചു പോന്നു. പോവാം. നമുക്ക് ഡോറയുടെ പ്രയാണം പോലെ വീഡിയോ അങ്ങനെ ആക്കാൻ പറ്റുമോ? ഹായ് പള്ളിപ്പെരുന്നാൾ. വേണം 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 വേണം. നോ അല്ല യെസ്. കടിച്ചോ കടിച്ചോ മീമി കച്ചോ ശങ്കുന് കച്ചോ 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 ശങ്കുന് കച്ചോ. അങ്ങനെ പറക്കരുത്. അത് തൊട്ട് നോക്കൂ. മീമിനെ തൊട്ട് നോക്കൂ. അതെന്താ ശങ്കു? ഞാനാണെങ്കിൽ ശങ്കുമ്മയുടെ കൂടെ കുറച്ച് സമയം നമ്മുടെ അക്കൂരത്തിലെ മീനിനെ കാണാൻ വേണ്ടി വന്നതായിരുന്നു. ശങ്കുമ്മയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കണ്ണാടി കണ്ണാടി അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് തിരിച്ച് റൂമിലെത്തി ഫ്രഷായി. അപ്പോഴാണ് നമ്മൾ മാങ്ങ വാങ്ങിയ കാര്യം ഓർമ്മ വന്നത്. എന്നാൽ പിന്നെ അതും കൂടെ കഴിച്ചുറങ്ങാമെന്ന് വിചാരിച്ചു. ഫേസ് കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കല്ലേ. രാവിലെ തുടങ്ങിയ യാത്രയാണ്. നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിൻ്റെ ബാക്കി വീഡിയോസ് വരുന്നുണ്ട്. എല്ലാവരും അതും കൂടെ കാണണം. ആൻഡ് നമ്മുടെ ശങ്കുമത ടയേർഡായിട്ട് ഉറങ്ങിപ്പോയി. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.